ഹൈസ്കൂൾ വിഭാഗത്തിൽ കുട്ടികളുണ്ട്, തസ്തികയില്ല. ആറളഫം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ആവശ്യത്തിന് കുട്ടികൾ ഉണ്ടായിട്ടും ഈ അധ്യയന വർഷം ആദ്യം ഒഴിവാക്കപ്പെട്ട 2 അധ്യാപക തസ്തികകൾ പുനഃസ്ഥാപിക്കാതിരിക്കുന്നത്. ആർലം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ആവശ്യത്തിന് കുട്ടികളുണ്ടായിട്ടും ഈ അധ്യയന വർഷം ആദ്യം ഒഴിവാക്കപ്പെട്ട 2 അധ്യാപക തസ്തികകൾ പുനഃസ്ഥാപിക്കാതിരിക്കുന്നത്. 2025 ജൂൺ മാസത്തിൽ 6ാം പ്രവൃത്തി ദിനത്തിൽ കണക്കെടുത്തപ്പോൾ 9ാം ക്ലാസ്സിൽ 99 കുട്ടികൾ രേഖാമൂലമുണ്ടായിരുന്നു. ഇതിൽ 96 കുട്ടികൾക്ക് ആധാർ തുടങ്ങിയ രേഖകളുമുണ്ട്. എന്നാൽ അതിനുശേഷം 4 കുട്ടികൾ നിർബന്ധപൂർവ്വം ഇരിട്ടി ഹൈസ്കൂളിലേക്ക് TC വാങ്ങിപ്പോയതിനു ശേഷം 3 കുട്ടികൾ മറ്റ് സ്കൂളുകളിൽ നിന്ന് TC വാങ്ങി ജൂൺ മാസത്തിൽ തന്നെ പ്രവേശനം നേടി. ആധാർ ഇല്ലാത്ത ഒരു കുട്ടിയുടെ ആധാർ ശരിയാക്കുകയും ചെയ്തതോടെ ജൂൺ മാസത്തിൽ തന്നെ 96 കുട്ടികൾ സമ്പൂർണ്ണയിൽ രജിസ്റ്റർ ചെയ്തു. എന്നാൽ 6ാം പ്രവൃത്തി ദിനത്തിൽ സമ്പൂർണ്ണയിലുണ്ടായിരുന്ന 4 കുട്ടികൾ TC വാങ്ങി മറ്റ് സ്കൂളുകളിലേക്ക് പോയി എന്ന ഒറ്റ കാരണത്താലാണ് അധ്യാപകന്റെയും ഫിസിക്കൽ സയൻസ് അധ്യാപകന്റെയും തസ്തിക നഷ്ടമായത്. ഇതോടെ സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികൾ ദുരിതത്തിലായിരിക്കുകയാണ്. നിലവിൽ സർക്കാരിന്റെ കണക്കനുസരിച്ച് കുട്ടികൾ സമ്പൂർണ്ണയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സ്കൂളിൽ സാങ്കേതിക കാരണം പറഞ്ഞ് ഒഴിവാക്കപ്പെട്ട 2 അധ്യാപക തസ്തിക തിരിച്ചുകൊണ്ടുവരാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് ആവശ്യം. 1 മുതൽ 10 വരെ ക്ലാസുകളിൽ 100% പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ കായിക രംഗങ്ങളിൽ ഏറെ മികവ് പുലർത്തുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. PT അധ്യാപകൻ ഇല്ലാതായതോടെ ഇവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഫിസിക്കൽ സയൻസ് അധ്യാപകന്റെ കുറവ് മറ്റധ്യാപകർ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും വിഷയാടിസ്ഥാനത്തിലുള്ള അധ്യാപകൻ തന്നെ ഫിസിക്കൽ സയൻസ് വിഷയം കൈകാര്യം ചെയ്താലേ കുട്ടികൾക്ക് ഗുണകരമാവുകയുള്ളൂ എന്നാണ് അഭിപ്രായം. ബന്ധപ്പെട്ട അധികാരികൾ സ്കൂളിലേക്ക് ശ്രദ്ധ ചെലുത്തണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. താൽക്കാലികമായെങ്കിലും കായിക അധ്യാപകനെ നിയമിക്കാനുള്ള ഇടപെടൽ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നു. 6ാം പ്രവൃത്തി ദിനത്തിലും അതിനുശേഷം ഇന്നോളവും സമ്പൂർണ്ണയിൽ ആവശ്യത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ 1-2 ദിവസത്തേക്ക് മാത്രമാണ് 4 കുട്ടികളുടെ കുറവ് നേരിട്ടത്. നിരന്തര ആവശ്യങ്ങൾക്ക് ശേഷം തലശ്ശേരി വിദ്യാഭ്യാസ ഓഫീസർ താൽക്കാലികമായി അധ്യാപകനെ നിയമിക്കാൻ സർക്കുലർ നൽകിയെങ്കിലും വിദ്യാഭ്യാസ ഓഫീസർക്ക് അതിന് അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആ സർക്കുലർ പിൻവലിക്കുകയുണ്ടായി. സ്പെഷ്യൽ ഉത്തരവിറക്കിയാൽ മാത്രമേ ഒഴിവാക്കപ്പെട്ട അധ്യാപക തസ്തിക പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ. സംസ്ഥാനത്ത് തന്നെ 100% പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒഴിവാക്കപ്പെട്ട 2 അധ്യാപക തസ്തിക സ്പെഷ്യൽ ഉത്തരവിലൂടെ പുനഃസ്ഥാപിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെയും ആവശ്യം. പ്രശ്നം ഇവിടെ ഇപ്പോൾ നമ്മൾ GHS ആർലഫം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് ഇവിടെ PT സാറില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടാണ്. കോച്ചിങ് എടുക്കാനും സാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു PT സാറെ എന്തായാലും വേണം എന്ന് ഞങ്ങൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുക. പിന്നെ എത്രാം ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്? നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കും. ഏതെല്ലാം കായിക ഇതിലാണ് നിങ്ങൾ പരിശീലിപ്പിക്കുന്നത്? ഫുട്ബോൾ, സ്പോർട്സ്, ഓട്ട മത്സരം, അങ്ങനത്തെ കായിക അധ്യാപകൻ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ? ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും ഇതിന് പോയിട്ടുണ്ടോ? എവിടെയൊക്കെ? എന്താ സബ് ജില്ലാ തലത്തില് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കായിക അധ്യാപകൻ ഇല്ലാത്തത് കൊണ്ട് കുറവായിപ്പോ അല്ലേ? അപ്പൊ അതുകൊണ്ട് എവിടെ അങ്ങനെ നമുക്കൊരു ഇത് കിട്ടുന്നില്ല അല്ലേ? അപ്പോ കായിക അധ്യാപകന് എന്റെ കൂടെ നിൽക്കുന്നത് ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇവരിപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. പ്രധാനമായി ഇവർ പറഞ്ഞത് ഈ സ്കൂളിൽ ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു PT അധ്യാപകൻ, കായിക അധ്യാപകൻ ഇല്ല എന്നുള്ള പരാതിയാണ്. നിരവധിയായ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ, നിരവധി ഇനങ്ങളിൽ, സ്പോർട്സ് ഇനങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ കായിക അധ്യാപകൻ ഇല്ലാത്തതിന്റെ ഒരു ദുരിതം ഇവർ നമ്മളോട് പങ്കുവച്ചു. ഒരുപക്ഷെ കായിക അധ്യാപകൻ ഉണ്ടെങ്കിൽ ലോകോത്തര നിലവാരത്തിൽ തന്നെ വിവിധ ഇനങ്ങളിൽ പങ്കെടുപ്പിക്കാനും കഴിവ് തെളിയിക്കാനും കഴിയുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കായിക അധ്യാപകന്റെ സേവനം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ സങ്കടത്തോടെ നമ്മളോട് പറയുകയാണ്. വോളിബോളിലും ഫുട്ബോളിലും ഓട്ടത്തിലും ചാട്ടത്തിലുമെല്ലാം മികവ് തെളിയിച്ച ഈ വിദ്യാർത്ഥികളുടെ കഴിവുകൾ കൂടുതൽ പരിപോഷിക്കാൻ കായിക അധ്യാപകന്റെ സേവനം ആവശ്യമാണ് താനും. ഒരു 2-3 കുട്ടികളുടെ കുറവിൽ ഈ സ്കൂളിലെ കായിക അധ്യാപകന്റെയും ഫിസിക്കൽ സയൻസ് അധ്യാപകന്റെയും തസ്തിക ഈ അധ്യയന വർഷം ജൂൺ മാസത്തിൽ പോയിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കാൻ നിരവധിയായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ആവശ്യം ഈ അധ്യാപകരുടെ തസ്തിക പുനർനിർത്തം അവരെ സഹായിക്കണമെന്നാണ്. അവരുടെ കഴിവുകൾ പരിപോഷിക്കാൻ അവർ ഉന്നതങ്ങളിലേക്ക് എത്തി. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ 100% 1 മുതൽ 10ാം ക്ലാസ് വരെ പട്ടികവർഗ വിഭാഗത്തിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ സങ്കടം അധികാരികൾ കാണുക തന്നെ വേണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ആർലം ഫാമിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്, കണ്ണൂർ. BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ.
BMH at Home 9061 423 423.